ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്, പെസഹ തിരുനാൾ. ഈ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. വിശുദ്ധ ബലിയർപ്പണം, പെസഹായുടെ ബലിയർപ്പണത്തിനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന മണിക്കൂറുകളാണ്. നമ്മൾ ചിന്തിക്കുന്നത്, പെസഹ അപ്പം അത് പൊട്ടിയാൽ കഷ്ടത വരാനുള്ള സൂചനയാണോ? ഇങ്ങനത്തെ ചില അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. നമുക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈബിൾ എടുത്തു കാണിക്കുന്ന ഒരു 8 അപ്പം. അതേക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് പറയാൻ കാരണം, ഒരിക്കലും ഒരു സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഞാൻ പെസഹാപ്പം ഉണ്ടാക്കി അത് എടുക്കാൻ തുറന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ അപ്പം ഇങ്ങനെ വിണ്ടിരിക്കുകയാണ്. അപ്പോഴേ എനിക്ക് തോന്നി എന്തോ കഷ്ടത വരാൻ പോകുന്നു. കറക്റ്റ് കഴിഞ്ഞ ആ വർഷം തന്നെ, ഇതുണ്ടായ വർഷം തന്നെ അവരുടെ മകൻ ആക്സിഡന്റിൽ മരിച്ചു. അപ്പൊ അവരുടെ മനസ്സിൽ ആ കുറ്റബോധം, ഒരുപക്ഷെ ഞാൻ ശ്രദ്ധാപൂർവം അപ്പം ഉണ്ടാക്കാതിരുന്നത് കൊണ്ട് അപ്പം പൊട്ടി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന ആ ഒരു കുറ്റബോധം അവരെ വേട്ടയാടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ അത് നല്ല ഷേപ്പിലാണോ, അത് പൊട്ടാതിരുന്നോ, ഇതൊക്കെയാണോ പ്രധാനപ്പെട്ടത്? അതിനേക്കാളൊക്കെ പെസഹ തിരുനാളിൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പരിശുദ്ധ കന്യാമറിയത്തിന് സഹനം വന്നത് അപ്പം പൊട്ടിയത് കൊണ്ടാണോ? യേശുക്രിസ്തുവിന് അതിഭയങ്കരമായ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത് ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായതുകൊണ്ടാണോ? അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ കാണേണ്ടതുപോലെ കാണാൻ നമുക്ക് സാധിക്കണം. ഇനി പെസഹ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇതിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അതിൻ്റെ ഒരു അനുസ്മരണമാണ് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഒരു ദിവസം. ഈ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ ഒരു 3 കാര്യം ഈ ദിവസത്തിന്റെ പ്രാധാന്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാൻ പറ്റും, ദ ചർച്ച് ഈസ് ബോൺ, സഭ ആരംഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, പ്രീസ്റ്റ്ഹുഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, പൗരോഹിത്യം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ് മാസ് ബിഗിൻസ്, വിശുദ്ധ ബലിയർപ്പണം ആരംഭിക്കുന്നു. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചതിന്റെ ഓർമ്മയാണ് നമ്മൾ ഇവിടെ ആചരിക്കുക. ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട ഒരു ദിവസം. രണ്ടാമതായിട്ട് ഈ പെസഹായുടെ തിരുനാളുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാദക്ഷാളനം, കാലുകഴുകൽ ശുശ്രൂഷ. അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഗുരു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ എളിമയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അതാണ് പാദക്ഷാളനത്തിൽ പ്രകടമാകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എത്രമാത്രം പ്രസക്തി ഇന്ന് പലരുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഗുരുനാഥൻ നമ്മെ പഠിപ്പിച്ച വലിയ ഒരു പാഠം. മൂന്നാമതായിട്ട് പെസഹ തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, യേശു തന്റെ പീഡാനുഭവം ആരംഭിക്കുന്നു. പെസഹ കഴിഞ്ഞ് ഉടനെ യേശു പോയത് എങ്ങോട്ടാ? ഗെത്സമനി. അവിടെ പ്രാർത്ഥിക്കുന്ന, രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന ആ ഒരു രംഗം, അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ അവന്റെ ശരീരത്തിൽ നിന്നും അടർന്നു വീണു. സാധാരണ സഹനത്തിൽ ഉണ്ടാകുന്നതല്ല, അതിഭയങ്കരമായ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. അതാണ് ഇവിടെ യേശുവിനുണ്ടായത്. അതിലൂടെ അവന്റെ ആഗണി, പീഡാനുഭവം, അതെത്ര വലുതായിരുന്നു, അതിന്റെ ഒരു ആരംഭം കുറിക്കുന്നതാണ് ഇന്നത്തെ ഈ പെസഹ തിരുനാളിൽ നമ്മൾ കാണുക. ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അവ മനസ്സിലാക്കി അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ ദൈവമക്കളായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം, കർത്താവ് പാദക്ഷാളനം നടത്തിയ ദിവസം, അതുപോലെ തന്നെ കർത്താവ് പീഡാനുഭവം, ആഗണി, അത് ആരംഭിച്ച ദിവസമായിട്ട് ഈ ദിവസത്തെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് 2 തരം അപ്പത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്ന്, വയറിന്റെ അപ്പം എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറ്റുന്ന അപ്പം. രണ്ടാമത്തേതാണ് ഉയിരിന്റെ അപ്പം എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്ന അപ്പം. വയറിന്റെ അപ്പം, ഉയിരിന്റെ അപ്പം. ഇതിലേതിലാണ് നമ്മുടെ ശ്രദ്ധ? ഏതിനാണ് നാം പ്രാധാന്യം കൊടുക്കാറുള്ളത്? നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ 6:27 വായിച്ചാൽ യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കണം. അതാണ് ഉയിരിന്റെ അപ്പം, അനശ്വരമായ അപ്പം. മത്തായി 6:19 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുന്ന ആ സമ്പത്തല്ല നീ ശേഖരിക്കേണ്ടത്, കള്ളന് മോഷ്ടിക്കാനാവാത്ത അനശ്വരമായ സമ്പത്ത് നീ സമ്പാദിക്കണം. യോഹന്നാൻ 4:9 മുതൽ വായിക്കുമ്പോൾ സമറിയാക്കാരി സ്ത്രീയുമായി യേശു നടത്തിയ ആ സംഭാഷണം, അവിടെ പുറത്തു വന്നൊരു കാര്യം, മകളെ, നീ ഓടേണ്ടത് കുടിവെള്ളത്തിന് വേണ്ടിയല്ല, അതിനേക്കാൾ ജീവജലം, ജീവൻ നൽകുന്ന ജലം, അതിനുവേണ്ടിയാണ്
നീ അധ്വാനിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നീ ചോദിക്കേണ്ടത് എന്ന് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ വയറിന്റെ അപ്പത്തെക്കുറിച്ച് കർത്താവ് ശ്രദ്ധാലുവാണ്. നമുക്ക് അത് വേണ്ടതുപോലെ വേണ്ട സമയത്ത് തന്നിരിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 147 9-ാമത്തെ വചനം എടുത്താൽ അവിടെ പറയുന്നുണ്ട്, മൃഗങ്ങൾക്കും കരയുന്ന കുഞ്ഞിനും അപ്പം എത്തിച്ചു കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മൾ വിശക്കുമ്പോൾ ദൈവത്തെ വിളിച്ചാൽ ഉറപ്പായിട്ടും ദൈവം നമുക്ക് അപ്പം തന്നിരിക്കും. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുക, ഏലിയായിക്ക് കാക്ക വഴി ദൈവം അപ്പം എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു രംഗമാണ്. ദാനിയേൽ 14:33 മുതൽ വായിക്കുമ്പോൾ ഹബക്കുക്കിന് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശമാണ്, ഈ ഭക്ഷണവുമായിട്ട് നീ ദാനിയേൽ കിടക്കുന്ന സിംഹക്കുഴിയിലേക്ക് പോവുക. അവൻ വന്നു, ആ അപ്പം എത്തിച്ചു കൊടുത്തു. അവൻ അവിടെ ഇരുന്ന് അത് കഴിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിനി അവസാനമായിട്ട് നമ്മൾ കാണുന്നത് ദൈവവചനം എടുത്തു കാണിക്കുന്ന ഒരു 8 തരം അപ്പം. അപ്പം നമ്മൾ കണ്ടു, പെസഹ അപ്പം. പെസഹ അപ്പം എന്ന് പറയുമ്പോൾ പെസഹ, പാസ് ഓവർ, കടന്നുപോകൽ. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട ഒരു കാര്യമാണ് കടന്നുപോകൽ. പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്കുള്ള കടന്നുപോകൽ, പാപത്തിന്റെ അടിമത്തം വിട്ട് പരിശുദ്ധാത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകൽ. അത് നമ്മൾ ആഗ്രഹിക്കണം. വെറുതെ ഒരു ഒഴുക്കമട്ടിൽ ഒരു കുമ്പസാരം നടത്തിയത് കൊണ്ട് അത് സംഭവിക്കണമെന്നില്ല. മേലിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ അങ്ങനെ ഒരു കുമ്പസാരം നടത്തി അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് ആ കടന്നുപോകൽ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. നമുക്കറിയാലോ, ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റ് 7 അപ്പം ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ചുട്ടെടുത്ത അപ്പം. 1 രാജാക്കന്മാർ 19:5 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു അപ്പമാണ് ഏലിയ പ്രവാചകന് ദൈവം നൽകിയത്. രണ്ടാമത്തേതാണ് കട്ടെടുത്ത അപ്പം. നമുക്കറിയാലോ, സുഭാഷിതങ്ങൾ 20:17 പറയുന്നുണ്ട്, വഞ്ചനയിലൂടെ നേടിയത് ആദ്യം മധുരിച്ചാലും പിന്നീട് വായിൽ ചരൽ നിറയും. അങ്ങനെ തെറ്റായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിച്ചത് നമുക്ക് ഗുണപ്പെടത്തില്ല. മൂന്നാമത്തേതാണ് നമ്മുടെ സ്ഥാനം കവരുന്ന അപ്പം. അത് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 25:27 മുതൽ വായിക്കുമ്പോൾ, ഒരു കപ്പ് പായസത്തിന് വേണ്ടി ഏസാവ് തന്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം യാക്കോബിന് വിൽക്കുന്ന ഒരു പരിതാപകരമായ അവസ്ഥ. നാലാമത്തേതാണ് വിഷമായി മാറാവുന്ന അപ്പം. അത് നമ്മൾ കാണുന്നു. ജോബിന്റെ പുസ്തകം 20:19 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ അപ്പം കഴിക്കുമ്പോൾ അത് നിന്റെ ഉള്ളിൽ സർപ്പവിഷമായി മാറും. എപ്പോഴാ? നീ പണിയാത്ത വീട് മറ്റൊരുവൻ പണിതത് നീ പിടിച്ചെടുത്ത് അങ്ങനെ അന്യായം കാണിച്ചിട്ട് നീ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിന്റെ ഉള്ളിൽ സർപ്പവിഷമായിട്ട് മാറും. മറ്റൊന്നുണ്ട്, വിഷം അകറ്റുന്ന അപ്പം. നമ്മൾ കാണുന്നുണ്ട്. ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. മിത്രഡേറ്റസ് എന്ന രാജാവ് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഔഷധം പുള്ളി എടുത്തുകൊണ്ടിരുന്നതാണ് മിത്രഡേറ്റ്. അത് കഴിച്ചാൽ പ്രതിരോധ ശക്തി വർദ്ധിക്കും. അവസാനം പുള്ളി മരിക്കാൻ വേണ്ടി വിഷമെടുത്തിട്ട് പോലും പുള്ളി മരിച്ചില്ല. അങ്ങനെയെങ്കിൽ വിശുദ്ധ കുർബാന ഈ ഒരു വിഷമകറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധ ശക്തി പകരുന്ന ഒരു ഔഷധമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് സാത്താന് വാതിൽ തുറക്കുന്ന അപ്പം. യോഹന്നാൻ 13:27 വായിച്ചാൽ, യൂദാസ് അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു. പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ളത് ഇവിടെ നമ്മൾ കാണുകയാണ്. അവസാനത്തേതാണ് നിത്യജീവന്റെ അപ്പം. യോഹന്നാൻ 6-ാം അധ്യായം മുഴുവൻ അതാണ് നമ്മളെ പഠിപ്പിക്കുക. നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന അപ്പം, വിശുദ്ധ കുർബാന. നമുക്ക് ഈ അപ്പങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാനും സ്വർഗത്തിന് അർഹത നേടാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.